ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്ക് ചെയ്യാനുള്ള കുർത്തിക്ക് നെക്ക് തയ്ക്കാനും അതുപോലെ തന്നെ ഷോൾഡർ കൂട്ടിയടിക്കാനുള്ള ഒരു പണിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. സിമ്പിൾ കട്ടിംഗ് ആണ്. അപ്പോൾ നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് തയ്ക്കാനായിട്ട് 2 തുണികൾ എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും. 10 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള 2 തുണികളൊക്കെ. അതെ, നമ്മൾ 10 ഇഞ്ച് വീതിയുള്ള തുണി ഞാൻ മടക്കി വെച്ചിരിക്കുക കേട്ടോ. 9 ഇഞ്ച് നീളമുള്ള തുണി. അപ്പോൾ നമ്മളത് മടക്കി വീതി വശം വെച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒരേ ഡെപ്ത് എടുക്കുകയാണെങ്കിൽ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അങ്ങ് എടുക്കണമെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടി കംഫർട്ടബിളായിരിക്കും. അപ്പോൾ നമുക്കിനി ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് കഴുത്തിൻ്റെ അകലം 2.5 എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം പറ്റും ഈ ഒരു അളവ് കേട്ടോ. കഴുത്തിൻ്റെ ഇറക്കം 5.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം. ഒരു സ്ക്വയർ ബോക്സ് വരച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ച ശേഷം യു ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്കിന് ഡെപ്ത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുമിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട് നെക്കിനും ബാക്കിനും ഡിസൈൻ വേറെ ആണെങ്കിൽ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസാക്കിയിട്ട് എടുക്കാം. ഒരു പീസ് എടുത്ത് മടക്കിയിട്ടുണ്ട് കുർത്തി. ബാക്കിനുള്ള പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട്. എന്നിട്ട് കഴുത്തിൻ്റെ പീസിൽ ഒരെണ്ണം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൽ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് താഴെ ഒരു വി പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാനേ എളുപ്പമാവുമല്ലോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഷോൾഡർ കൂട്ടി അടിക്കാൻ നമുക്ക് എളുപ്പ മാർഗ്ഗമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നെക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണ്ടേ. കഴുത്തിൻ്റെ അകലം 2.5, കഴുത്തിൻ്റെ ഇറക്കം 5.5. താഴെ ഒരു ചെറിയൊരു വി പോലെ ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് കുർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ 10 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള തുണി മടക്കി കഴുത്തടിക്കാൻ വേണ്ടി മേലെ വെച്ചിട്ട് കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് മറ്റത് മാറ്റി വെച്ചു കേട്ടോ. ബാക്ക് പീസിന് വേണ്ടിയുള്ള ഭാഗം എടുത്തിട്ടുണ്ട്, ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു എന്തെടുക്കാം, നെക്കിൻ്റെ പീസ് എടുത്ത് മേലെ വെച്ചിട്ടുണ്ട്. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്, കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുത്തിട്ട് അത് ഞാനിപ്പോൾ സെയിം തന്നെ എടുത്തിരിക്കുന്നത്. കാരണം മറ്റതിലൊരു ഫ്രണ്ടിൽ വി പോലെ കൊടുത്തു, ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയറോ യുവോ അല്ലെങ്കിൽ ഡെപ്ത് കുറച്ചോ എന്താ വെച്ചാൽ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, കുർത്തിയുടെ അതായത് ഫ്രണ്ട് കുർത്തിയോ ബാക്ക് കുർത്തിയോ ഏതെങ്കിലും ഒന്ന് ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ എടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല വശം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുർത്തിയുടെ ഏത് പോർഷനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മേലിരിക്കുന്ന ഭാഗം കുർത്തിയുടെ നല്ല ഭാഗമാണ്. ഓക്കെ, ഇനി കുർത്തിയുടെ അതായത് ബാക്ക് പോർഷനോ ഫ്രണ്ട് പോർഷനോ വേറെ പീസ് ഉണ്ടാവും, 2 പീസ് ഉണ്ടാവുമല്ലോ. അത് ഇതിൻ്റെ മേലെ വയ്ക്കാം. അപ്പം നല്ല വശം, 2 കുർത്തിയുടെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിരിക്കണം. ഇതുപോലെ വെച്ച ശേഷം 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഷോൾഡർ ഒന്ന് കൂട്ടിയടിക്കാം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം. അതെ, കേട്ടോ, ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. കാരണം അത്രയും സിമ്പിളായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടാണ് നെക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചോക്കൊണ്ട് വരച്ച ഭാഗം അതടിക്കുക. ഇനി നമ്മൾ കഴുത്തിന് വേണ്ടി കട്ട് ചെയ്തില്ലേ, അതായത് 2 പീസ്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. കണ്ടോ, അതായത് ഉള്ളിലിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ 2 നല്ല വശമാണ് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ കറക്റ്റ് കഴുത്തിൻ്റെ അകലം യോജിപ്പിച്ചെടുക്കാം. അതായത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ആ ചോക്കൊണ്ട് വരച്ച ഭാഗത്തെ ഇതും അടിക്കുക, ആ ചോക്കൊണ്ട് വരച്ച ഭാഗത്തെ കുർത്തിയുടെ ഭാഗത്തും അടിക്കാം. അപ്പം ഞാനത് തയ്ച്ചിട്ടുണ്ട്. ഇനി ഞാനത് കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മുടെ നെക്ക് തയ്ച്ചപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടല്ലോ, നെക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ട് പോർഷൻ, അതായത് കുർത്തിയുടെ നല്ല വശം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട്. കുർത്തിയുടെ നല്ല വശമാണ് എടുത്ത് മേലെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, അതെ നല്ല വശം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു കഴുത്തിൻ്റെ പീസ് എടുത്തിട്ട് മേലെ വെക്കാം. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ഞാനൊരു വി ഷേപ്പ് കൊടുത്തിട്ട് താഴെ യു ആണ് കണ്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മൾ ഓൾറെഡി നെക്ക് മാർക്ക് ചെയ്തതിലും അങ്ങനെയുണ്ട്.
വി വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെക്കുക. കണ്ടോ, കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെയ്യണം, ഡെപ്ത്തൊക്കെ ചെയ്തതിനനുസരിച്ചിട്ട്. അപ്പോൾ കുർത്തിയുടെ നല്ല വശം വെച്ചിട്ടുണ്ട് മേലെ, അതിൻ്റെ മേലെ നമ്മൾ കഴുത്തിൻ്റെ പീസ് വെച്ചു. പക്ഷേ കഴുത്തിൻ്റെ പീസിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഫേസ് ടു ഫേസ് ആണ്. ഓക്കെ, അതായത് രണ്ട് നല്ല വശവും ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെയാണ് ഈ കഴുത്തിൻ്റെ പീസ് വെച്ചിരിക്കുന്നത്. കഴുത്തിൻ്റെ പീസിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഫേസ് ടു ഫേസ് ആണ്. ഇനി നമുക്ക് ഇത് വട്ടത്തിൽ ഒരൊറ്റ അടിയും കൂടെ അടിക്കുക. അതായത് കഴുത്ത് വീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാം. ആ ഒരു ഷേപ്പ് കണ്ടോ, വി വരുന്നവിടെ അതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ തയ്യൽ തുമ്പിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഒരു തുണി, ഈ ഒരു മേൽവശത്തിരിക്കുന്ന കഴുത്തിൻ്റെ തുണി കംപ്ലീറ്റ് ആയിട്ട് ഉൾവശത്തേക്ക് മടക്കിയിട്ടിട്ട് പതിച്ചടിക്കാം. കണ്ടോ, ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിടുക. എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്ത ശേഷം കഴുത്തിൻ്റെ തുമ്പുവശം ഒന്ന് പതിച്ചടിക്കണം. അതിന് ശേഷം നമ്മുടെ ആ ഒരു തുണിയുടെ തുമ്പുവശം ഒന്ന് മടക്കി നമ്മുടെ കുർത്തിയോട് ചേർത്ത് വെച്ചൊന്ന് പതിച്ചടിക്കണം. അതും കൂടി കാണിച്ചു തരാം. അപ്പം നോക്കിക്കേ, ഒറ്റയടിക്ക് നമുക്ക് കഴുത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു, ഷോൾഡർ പരിപാടിയും കഴിഞ്ഞു. ഷോൾഡറൊക്കെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമുക്കൊന്ന് പതിച്ചടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ടുള്ളത് ബാക്കി കാണിച്ചു തരാം കേട്ടോ. കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തുമ്പിൽ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളത് ഉൾവശത്തേക്ക് വെച്ചിട്ട് പതിച്ചടിച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മുടെ കുർത്തിയോട് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊണ്ടുവരാം. ഇതേ നോക്കിക്കുക. അപ്പം ഞാൻ നല്ല ഫിനിഷിംഗ് ആയി ചെയ്തുകൊണ്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമുക്കിതിൻ്റെ ഉൾവശത്തും ഷോൾഡറൊക്കെ നമ്മൾ ഷോൾഡറും കൂട്ടി അടിച്ചല്ലോ, നേരത്തെ നമ്മൾ കണ്ടല്ലോ. ഇത് കണ്ടോ, അതേ നോക്കിക്കുക, ഷോൾഡർ നമുക്ക് എന്ത് ഫിനിഷിംഗ് ആണ് ഷോൾഡറിന്. ഷോൾഡർ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.